ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇത് 6 GB RAM 128 GB വേരിയൻ്റ് ആണ്. 16,000 രൂപയായി. ഇത് നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കാം. ഇതാണ് ബോക്സ് Realme 8ൻ്റെ. ഇത് ഓപ്പൺ ആക്കുകയാണ്. Realme 8 ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അതിനൊരു ബോക്സ് ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ബോക്സ്. അതിനകത്താണ് വാറണ്ടി കാർഡും മറ്റു ഇൻഫോർമേഷനും പിന്നെ കേസും സിം ഇഞ്ചക്ഷൻ ടൂളും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഡിവൈസാണ്. നമുക്ക് ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. ഡിവൈസിൻ്റെ ബാക്ക് ലുക്ക് പൊളി ലുക്കാണ്. ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്. 13 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഡിവൈസാണ് Realme 8. അപ്പോൾ ഗൈസ് നമുക്ക് അഡാപ്റ്റർ മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഈ കേബിളാണ്, ചാർജിങ് കേബിൾ. ഇത് ടൈപ്പ് സി കേബിളാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കേബിള് ക്വാളിറ്റി ഉള്ള കേബിളാണിത്. അടുത്തായിട്ട് ഡിവൈസാണ്. നമുക്ക് ഡിവൈസ് കവറിൽ നിന്ന് ഓപ്പൺ ആക്കാം. ഗൈസ് ഡിവൈസിൻ്റെ ലുക്ക് വേറെ ലെവലാണ്. ബാക്ക് നല്ല ബ്ലാക്കായിട്ട് നല്ല പൊളി ലുക്കാണ്. സൈഡിൽ ഡെയർ ടു ലീപ്പ് എന്നൊക്കെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് Realme എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റാപ്പ് ഒന്ന് മാറ്റി കളയാം. ഇതാണ് Realme 8 ബോക്സിലുള്ളതെല്ലാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിവൈസിൻ്റെ ക്യാമറ ആപ്പ്. ഞാൻ ജസ്റ്റ് ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് ക്യാമറ ആപ്പ്. ഇതാണ് ഫോട്ടോ മോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. വീഡിയോ മോഡിൽ തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഡിവൈസിൻ്റെ ഒപ്പം. നമുക്കതിനകത്ത് മാക്സിമം ഉണ്ട്. പിന്നെ അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് നൈറ്റ് മോഡ് ഈ ഡിവൈസിലുണ്ട്. നൈറ്റ് മോഡും സ്റ്റാറി മോഡ് അങ്ങനെയുള്ള മോഡൊക്കെ ഡിവൈസിലുണ്ട്. ഇത് Realme UI 2.0 ഡിവൈസ് റൺ ചെയ്യുന്നത്. Android 11. പിന്നെ ഗൈസ് നമുക്ക് പോർട്രേറ്റ് മോഡിൽ തന്നെ കുറേ ഫിൽറ്റേഴ്സ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബോക്കെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് 64 MB ഒരു മോഡും ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് നമുക്ക് കിട്ടും, പിക്സൽ വിന്നിങ് ചെയ്ത്. പിന്നെ നമുക്ക് മോഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറേ മോഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാക്രോ മോഡ് ഡിവൈസിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ മാക്രോ മോഡ് വലിയ സീനൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റാറി മോഡ് ലഭിക്കുന്നുണ്ട്. സ്റ്റാറി മോഡ് നമുക്ക് രാത്രിയൊക്കെ സ്റ്റാർസിനെ ഒക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ടാണ്. പിന്നെ കേസിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ അത് കുറേ ഓപ്ഷൻസ് ലഭ്യമാണ്. സ്ലോ മോഷൻ വീഡിയോ നമുക്ക് 1080p സപ്പോർട്ടിംഗ് ആണ്. വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് 4K വരുന്നത്തെ ഒരു സപ്പോർട്ടിംഗ് ആണ്. നമുക്കൊരു പിക്ക് എടുത്ത് നോക്കാം. ഇതാണ് പിക്ക്. ക്വാളിറ്റി കുഴപ്പമില്ല. നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ടാണ് പിക്ചർ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കിക്കോളൂ. ഇതാണ് ഫോട്ടോ മോഡ്. ഫോട്ടോ മോഡിൽ തന്നെ നമുക്ക് 10x സൂമിങ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ കുഴപ്പമില്ല. എനിക്കൊരു സൈഡിലൊരു ബ്ലാക്ക് സൈഡിൽ ഒരു ബ്ലാക്കായിട്ട് കാണാം, അത് കവറിൻ്റെയാണ്. പിന്നെ ഇത് 10x സൂമിങ് ക്വാളിറ്റി ഫെയ്ഡാവും. ഏത് ഡിവൈസിലായാലും സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി ഫെയ്ഡാവും. ഇത് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇതിലെടുത്ത ഫോട്ടോസാണ് Realme 8. ഇത് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ ഓഫാണ്. ഞാൻ Realme 8 വീഡിയോ ആണിത്. സ്റ്റെബിലൈസേഷൻ ഓഫായിട്ടാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഫോണാണ്.